കഴിഞ്ഞ വർഷം ഈ സ്കൂളിലെ ഭാവനാലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിക്ക് തലച്ചോറിൽ ട്യൂമർ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന സമയത്ത് സഹപാഠിയായ അമൃത മേരി ചോദിച്ച കുട്ടിത്തമാർന്ന ഒരു ചെറു ചോദ്യമാണ് അവയവദാനമെന്ന മഹത്തായ ആശയത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത്. ഭാവന എന്ന കൊച്ചിൻ്റെ അസുഖം മാറ്റാനായി ബ്രെയിൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. തലച്ചോറ് മാറ്റിവെച്ചുകൂടെ എന്ന ചോദ്യമാണ് അന്ന് അമൃത മേരി ചോദിച്ചത്. പിന്നീട് നടന്ന സ്കൂൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തെരുവു നാടകങ്ങൾ കൊച്ചിയുടെ വിവിധ ഇടങ്ങളിൽ കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു. ഇതോടൊപ്പം ഇന്ത്യയുടെ ഭൂപടവും പ്രദർശിപ്പിച്ചിരുന്നു. പ്രചാരണത്തിനിടയിൽ അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആളുകൾ വെള്ളമഷി കൊണ്ട് തങ്ങളുടെ തള്ളവിരൽ ഭൂപടത്തിൽ പതിപ്പിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യം അറിയിച്ചത്. ഒരു കയ്യൊപ്പ് എന്നതിനേക്കാൾ ഉപരി ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു 125 കോടി ജനങ്ങൾ തന്നെ ആവണം എന്നുള്ള ആ ഒരു ചിന്തയിലൂടെയാണ് ഞങ്ങൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക് മാറിയത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ സ്കൂളിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് കൂടുതൽ ആളുകളെ അവയവദാനമെന്ന പുണ്യകർമ്മത്തിലേക്ക് നയിക്കുമെന്ന പ്രത്യാശയിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം. പ്രധാനമന്ത്രിയുടെ പരാമർശം നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം നെഞ്ചോട് ചേർത്ത് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒരു വിദ്യാലയത്തെ ഇന്ത്യ മുഴുവൻ ഒട്ടാകെ അറിയുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റാൻ ഉണ്ടായ സാഹചര്യം അദ്ദേഹത്തിൻ്റെ പരാമർശം ഒന്നുകൊണ്ട് മാത്രമാണ്. 2020 100-ാം വയസ്സ് ആഘോഷിക്കുന്ന ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ കുട്ടികൾ തങ്ങൾ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് ഉറപ്പു നൽകുന്നു. പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. ഞങ്ങൾ കുട്ടികൾ ഇനിയും പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകുന്നു. മനുഷ്യസ്നേഹത്തിന്റെ മഹാമന്ത്രമാണ് ഈ കുട്ടികളിലൂടെ ഒരു ജനതയുടെ കാതുകളിലേക്ക് വന്നു വീഴുന്നത്. ഈ നല്ല പാഠത്തിലൂടെ ഈ സ്കൂളും ഇവിടുത്തെ വിദ്യാർത്ഥികളും വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.